ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇഫ് യു ആർ എ ന്യൂ വ്യൂവർ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയതായിട്ട് ഒരു ജോലിക്കൊക്കെ കയറുന്ന ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ അല്ലേ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ ഒരുപക്ഷെ ട്രെയിനിങ്ങിനായിട്ട് നമുക്ക് സ്കൂളുകളിൽ പോവേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പഠിച്ച് ഇറങ്ങിയ ഉടനെ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്ത്, കുട്ടികളുമായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാനൊക്കെ ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് വളർന്ന ഒരാളാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പഠിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ജോലി കിട്ടി. അത് കിട്ടിയത് ഒരു CBSE സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ വേണം കമ്മ്യൂണിക്കേഷൻ, കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ വേണം, അവിടെയുള്ള ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ വേണം. സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. കാരണം ഇംഗ്ലീഷ് എങ്ങനെ നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു പേടി ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് സംസാരിച്ച് ഫ്ലുവൻ്റായി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫുള്ള് ഇംഗ്ലീഷിലായി. അങ്ങനെ തന്നെ ഡെവലപ്പായിട്ട് വന്നതാണ്. അപ്പോൾ അതുപോലെ എൻ്റെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. തുടക്കത്തിൽ എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ ക്ലാസ് എടുക്കണം, ക്ലാസ്സിൽ എന്തൊക്കെ പറയണം, ക്ലാസ്സിൽ കൊടുക്കേണ്ട കമാൻഡ്സ് ഒക്കെ ഇംഗ്ലീഷിലായിരിക്കണം. അപ്പോൾ അതെങ്ങനെ നമ്മൾ കുട്ടികളോട് പറയണം, ഞാൻ പറയുന്നത് തെറ്റായിരിക്കുമോ, ഇത്തരം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഒരു തുടക്കക്കാരന് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരിക്ക്. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബെനിഫിറ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ആക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് വരുന്ന ഒരു സമയമാകാനാണ് പോകുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ചോദിക്കും, നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കണം അല്ലേ. അപ്പം നമുക്കതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം അല്ലേ. കഴിഞ്ഞു പോയ കാര്യമാണ്, നമ്മുടെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ചോദിക്കാം. ഹൗ വാസ് യുവർ വെക്കേഷൻ. സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം, ഹൗ വാസ് യുവർ വെക്കേഷൻ, നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു. ഹൗ വാസ് യുവർ വെക്കേഷൻ, ഹൗ വാസ് യുവർ വെക്കേഷൻ, നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തോ അല്ലേ. വെക്കേഷൻ എല്ലാവരും എൻജോയ് ചെയ്തോ എന്നുള്ള രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തോ എങ്ങനെ ചോദിക്കാം. ഡിഡ് എവ്രി വൺ എൻജോയ്, ഡിഡ് എവ്രി വൺ എൻജോയ്, ഡിഡ് എവ്രി വൺ എൻജോയ്, നിങ്ങൾ എൻജോയ് ചെയ്തോ. ക്ലിയർ അല്ലേ. പുതിയ യൂണിഫോമും ബുക്കൊക്കെ കിട്ടിയോ, പുതിയ യൂണിഫോം ബുക്കൊക്കെ കിട്ടിയോ, അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക. പുതിയ യൂണിഫോം ബുക്കൊക്കെ കിട്ടിയോ. ഹാവ് യു ഗോട്ട് ഓൾ ദി ന്യൂ യൂണിഫോം ആൻഡ് ബുക്ക്. ഹാവ് യു ഗോട്ട് ഓൾ ദി ന്യൂ യൂണിഫോം ആൻഡ് ബുക്ക്. ഹാവ് യു ഗോട്ട് ഓൾ ദി ന്യൂ യൂണിഫോം ആൻഡ് ബുക്ക്, നിങ്ങൾക്ക് പുതിയ യൂണിഫോമും ബുക്കൊക്കെ കിട്ടിയോ. ഹാവ് യു ഓൾ ഗോട്ട് ദ ന്യൂ യൂണിഫോം ആൻഡ് ബുക്ക്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. Everyone pay attention here. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. Everyone pay attention here. Everyone pay attention here. Attention എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ശ്രദ്ധ. Everyone pay attention here. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. എല്ലാവരും ഇത് എഴുതിയെടുക്കൂ. എല്ലാവരും ഇത് എഴുതിയെടുക്കൂ. എല്ലാവരും ഇത് എഴുതിയെടുക്കൂ. ബോർഡിലൊക്കെ ടീച്ചേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കൂ എന്ന് പറയില്ല. എല്ലാവരും ഇത് എഴുതിയെടുക്കൂ. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. Everyone write this down. Everyone write this down. Everyone write this down. Everyone write this down. എല്ലാവരും ഇത് എഴുതിയെടുക്കൂ. Everyone write this down. ശബ്ദമുണ്ടാക്കരുത്. ഇത് നമ്മൾ പറയാത്ത ക്ലാസ്സുകൾ ചുരുക്കമായിരിക്കും അല്ലേ. ശബ്ദമുണ്ടാക്കരുത് വളരെ ചുരുക്കമായിരിക്കും. കാരണം കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ശബ്ദം ഉണ്ടാകും. അപ്പോൾ ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, ശബ്ദമുണ്ടാക്കരുത് എങ്ങനെ പറയാം. ഡോണ്ട് മേക്ക് നോയ്സ്. ഡോണ്ട് മേക്ക് നോയ്സ്. ശബ്ദമുണ്ടാക്കരുത്. ഡോണ്ട് മേക്ക് നോയ്സ്.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ എന്തൊരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ ടീച്ചർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ? ടീച്ചേഴ്സിനൊക്കെ അറിയാൻ പറ്റും, ഓരോ ഭാഗങ്ങളും നമ്മൾ പറയുമ്പം പല ടൈപ്പിലുള്ള കുട്ടികളായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുക. അപ്പോൾ എല്ലാ കുട്ടികളെയും നമുക്ക് മാക്സിമം കവർ ചെയ്ത് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും കുട്ടികൾക്ക് സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇറ്റ്സ് അവർ ഡ്യൂട്ടി അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക? ഡു യു ഹാവ് എനി ഡൗട്ട്സ്? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഡു യു ഹാവ് എനി ഡൗട്ട്സ്? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? ഡു യു ഹാവ് എനി ഡൗട്ട്സ്? സെൻറ്റൻസ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൈ ഉയർത്തും, ഇല്ലെങ്കിൽ എല്ലാവരും കൂടി കലപില എന്ന് പറയും അല്ലേ? അപ്പം ഓരോരുത്തരാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൈ ഉയർത്തൂ. Raise your hand if in doubt. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൈ ഉയർത്തൂ. Raise your hand if in doubt. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? എല്ലാവരും എഴുതി കഴിഞ്ഞോ? Have you all written? എല്ലാവരും എഴുതി കഴിഞ്ഞോ? Have you all written? എല്ലാവരും ഗൃഹപാഠം ചെയ്തോ? എങ്ങനെയാ അത് ചോദിക്കുക? Did everyone do the homework? എല്ലാവരും ഗൃഹപാഠം ചെയ്തോ? Did everyone do the homework? എഴുതി കഴിയാത്തവരുണ്ടോ? നമ്മൾ ബോർഡിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ അത് ഫുൾ കവർ ചെയ്യാതെ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റില്ല. എല്ലാ കുട്ടികളും ഒരുമിച്ച് എഴുതിക്കൊള്ളണമെന്നുമില്ല അല്ലേ? അപ്പം എഴുതി കഴിയാത്തവരുണ്ടോ? അത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? എഴുതി കഴിയാത്തവരുണ്ടോ? Are there people who cannot write? എഴുതി കഴിയാത്തവരുണ്ടോ? Are there people who cannot write? സെൻറ്റൻസ് ക്ലിയർ അല്ലേ? Are there people who cannot write? എഴുതി കഴിയാത്തവരുണ്ടോ? നിങ്ങൾ ഇംഗ്ലീഷ് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കിട്ടുന്ന സമയത്ത് ഒരു ടീച്ചർ വന്നില്ല, അപ്പോഴത്തേനും പോഷൻ തീരാത്ത അടുത്ത ടീച്ചർ ചാടി ക്ലാസ്സിൽ കയറും അല്ലേ? അപ്പോൾ ടീച്ചർ ചോദിക്കും, സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ടൈം ടേബിളിൽ നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടാവില്ല. അപ്പം എങ്ങനെ ചോദിക്കും? നിങ്ങൾ ഇംഗ്ലീഷ് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? നിങ്ങൾ ഇംഗ്ലീഷ് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഹാവ് യു ബ്രോട്ട് ഇംഗ്ലീഷ് ബുക്ക്? നിങ്ങൾ ഇംഗ്ലീഷ് ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഹാവ് യു ബ്രോട്ട് ഇംഗ്ലീഷ് ബുക്ക്? നിങ്ങളുടെ മലയാളം ബുക്ക് എടുക്കൂ. ടേക്ക് യുവർ മലയാളം ബുക്ക്. നിങ്ങളുടെ മലയാളം ബുക്ക് എടുക്കൂ. ടേക്ക് യുവർ മലയാളം ബുക്ക്. എഴുതി കഴിഞ്ഞ് ബുക്ക് മേശമേൽ വെക്കുക. അതെങ്ങനെ പറയും? എഴുതി കഴിഞ്ഞ് ബുക്ക് മേശമേൽ വെക്കുക. ആഫ്റ്റർ റൈറ്റിംഗ് പുട്ട് ദ ബുക്ക് ഓൺ ദ ടേബിൾ. എഴുതി കഴിഞ്ഞ് പുട്ട് ദ ബുക്ക് ഓൺ ദ ടേബിൾ. ആഫ്റ്റർ റൈറ്റിംഗ് പുട്ട് ദ ബുക്ക് ഓൺ ദ ടേബിൾ. എഴുതി കഴിഞ്ഞ് ബുക്ക് മേശമേൽ വെക്കുക. ആഫ്റ്റർ റൈറ്റിംഗ് പുട്ട് ദ ബുക്ക് ഓൺ ദ ടേബിൾ. ആഫ്റ്റർ റൈറ്റിംഗ് പുട്ട് ദ ബുക്ക് ഓൺ ദി ടേബിൾ. എഴുതി കഴിഞ്ഞ് ബുക്ക് മേശമേൽ വെക്കുക. ക്ലിയർ അല്ലേ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നാളെ എഴുതി വരണം. ഒരു ഹോംവർക്കും കൂടി ഇതാ പിടിച്ചു അല്ലേ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നാളെ എഴുതി വരണം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നാളെ എഴുതി വരണം. The answer to this question should be written tomorrow.
tomorrow. The answer to this question should be written tomorrow. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നാളെ എഴുതി വരണം. The answer to this question should be written tomorrow. നാളെ ക്ലാസ് ഉണ്ടായിരിക്കും. നാളെ ക്ലാസ് ഉണ്ടായിരിക്കും. എങ്ങനെ പറയും? There will be class tomorrow. There will be class tomorrow. നാളെ ക്ലാസ് ഉണ്ടായിരിക്കും. There will be class tomorrow. ഇനിയുള്ള സെൻറ്റൻസ് നമ്മുടെ കുട്ടികൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. എന്താണ്? നാളെ അവധിയാണ്. നാളെ അവധിയാണ്. അതെങ്ങനെയാണ് പറയുക? നാളെ അവധിയാണ്. Tomorrow will be a holiday. Tomorrow will be a holiday. നാളെ അവധിയാണ്. Tomorrow will be a holiday. നാളെ അവധി ആണ്. എല്ലാവരും പഠിച്ചു വരണം. എല്ലാവരും പഠിച്ചു വരണം. അതെങ്ങനെ പറയും? Everyone should learn. Everyone should learn. എല്ലാവരും പഠിച്ചു വരണം. Everyone should learn. അല്ലെങ്കിൽ എല്ലാവരും പഠിക്കണം. എല്ലാവരും പഠിക്കണം. എങ്ങനെ പറയാം? Everyone should learn. എല്ലാവരും പഠിക്കണം. നാളെ ഇംഗ്ലീഷ് പരീക്ഷ ഉണ്ടായിരിക്കും. നാളെ ഇംഗ്ലീഷ് പരീക്ഷ ഉണ്ടായിരിക്കും. അധികം കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും അല്ലേ? നാളെ ഇംഗ്ലീഷ് പരീക്ഷ ഉണ്ടായിരിക്കും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? There will be an English exam tomorrow. There will be an English exam tomorrow. There will be an English exam tomorrow. നാളെ ഇംഗ്ലീഷ് പരീക്ഷ ഉണ്ടായിരിക്കും. There will be an English exam tomorrow. നാളെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് ഉണ്ട്. നാളെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് ഉണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നാളെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് ഉണ്ട്. There will be a parent meeting tomorrow. There will be a parent meeting tomorrow. There will be a parent meeting tomorrow. നാളെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് ഉണ്ട്. There will be a parent meeting tomorrow. രക്ഷിതാക്കൾ നിർബന്ധമായും വരണം. അതെങ്ങനെ പറയും? രക്ഷിതാക്കൾ നിർബന്ധമായും വരണം. രക്ഷിതാക്കൾ നിർബന്ധമായും വരണം. Parents must come. Parents must come. രക്ഷിതാക്കൾ നിർബന്ധമായും വരണം. Parents must come. ഇന്നലെ ആരൊക്കെയാണ് വരാത്തത്? ഇന്നലെ ആരൊക്കെയാണ് വരാത്തത്? ഇന്നലെ ആരൊക്കെയാണ് വരാത്തത്? Who didn't come yesterday? Who didn't come yesterday? ഇന്നലെ ആരൊക്കെയാണ് വരാത്തത്? Who didn't come yesterday? ഇന്നലെ ആരൊക്കെയാണ് വരാത്തത്? Who didn't come yesterday? നീ എന്താ ഇന്നലെ വരാത്തത്? നീ എന്താ ഇന്നലെ വരാത്തത്? നീ എന്താ ഇന്നലെ വരാത്തത്? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? Why didn't you come yesterday? 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 നീ എന്താ ഇന്നലെ വരാത്തത്? Why didn't you come yesterday? സോ അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസസ് ഒക്കെ നമ്മുടെ ടീച്ചേഴ്സിന് അതുപോലെ തന്നെ ബിഗിനർ ആയിട്ടുള്ളവർക്ക് ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന സെൻറ്റൻസസ് ആയിരിക്കും. അതുപോലെ ടീച്ചേഴ്സിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, പാരൻസിനും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ടീച്ചേഴ്സ് ഇത്തരം സെൻറ്റൻസുകളൊക്കെ ചിലപ്പോൾ നമ്മളോടായിരിക്കും വെച്ചലക്കുക. അപ്പോൾ അതിന് എങ്ങനെ മറുപടി പറയണം, അല്ലെങ്കിൽ ഇതെങ്ങനെ എന്തായിരിക്കും ടീച്ചർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവണം. അതുകൊണ്ട് പാരൻസും ഈ സെൻറ്റൻസസ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ട് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്കിതിൻ്റെ മീനിങ്ങും ഇത് എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണെന്നും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒട്ടും മിസ് ചെയ്യാതെ തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കാൻ ആരും വിട്ടുപോകരുത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനിയും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.